that we have is from God. All that we own is God's gifts. Stewards we are, caretakers of God. All we have is from God. I will work all the days of my life. I will worship Him all my days. നമ്മുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പഴയകാലത്ത് സമ്പന്നരായ വ്യക്തികൾ അവരുടെ വസ്തുവകകളും വരവ് ചെലവ് കണക്കുകളും സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യുവാനുമായി കാര്യസ്ഥന്മാരെ നിയമിക്കാറുണ്ടായിരുന്നു. യജമാനനെ വിശ്വസ്തയോടെ അവർ സേവനം ചെയ്തു വന്നു. ഗ്രഹവിചാരകന്മാർ എന്നാണ് അങ്ങനെയുള്ളവർക്ക് ബൈബിൾ നൽകിയിരിക്കുന്ന പേര്. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ 1 കൊരിന്ത്യർ 4:2 യേശുക്രിസ്തു ഇതോടുള്ള ബന്ധത്തിൽ പല ഉപമകളും പ്രസ്താവിച്ചിട്ടുണ്ട്. വിശ്വസ്തരായവരെക്കുറിച്ചും അവിശ്വസ്തരായവരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഒരു ഉപമ മാത്രം ഇവിടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ധനവാനായ മനുഷ്യൻ രാജ്യത്വം പ്രാപിക്കുവാൻ ദൂരദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. അദ്ദേഹം തൻ്റെ കീഴിലുള്ള 10 ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് 10 റാത്തൽ വെള്ളി അവർക്ക് ഓരോരുത്തർക്കുമായിട്ട് കൊടുത്തു. ഓരോരുത്തർക്കും ഒരു റാത്തൽ വീതം കിട്ടിക്കാണും. ഓരോരുത്തരും അവർക്ക് കിട്ടിയ വെള്ളി വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കണം എന്ന് നിർദ്ദേശിച്ചാണ് കൊടുത്തത്. നാളുകൾ കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി വന്നപ്പോൾ ഓരോരുത്തരെയും വിളിച്ച് അവർ വ്യാപാരം ചെയ്ത് എന്ത് നേടി എന്ന് ചോദിച്ചു. ഒന്നാമത്തവൻ വന്ന് യജമാനനെ അങ്ങ് തന്നതുകൊണ്ട് വ്യാപാരം ചെയ്തു, 10 റാത്തൽ കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യജമാനൻ, നന്ന് നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് 10 പട്ടണങ്ങൾക്ക് അധികാരമുള്ളവനായിരിക്കുക എന്ന് പറഞ്ഞു. രണ്ടാമത്തവനും അപ്രകാരം വന്നു, 5 റാത്തൽ സമ്പാദിച്ചു എന്ന് പറഞ്ഞ് അത് ഏൽപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തോടും, നീ 5 പട്ടണങ്ങൾക്ക് മേൽ വിചാരകനായിരിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ മൂന്നാമത്തവൻ വന്ന് അവന് കൊടുത്ത ഒരു റാത്തൽ തിരികെ കൊടുത്തു. നീ കഠിന മനുഷ്യൻ എന്ന് വിചാരിച്ചു ഭയപ്പെട്ടു, ഒരു തുണിയിൽ അത് കെട്ടിവെച്ചു, ഇതാ അത് എന്ന് പറഞ്ഞ് യജമാനൻ തിരികെ നൽകി. യജമാനൻ്റെ പ്രതികരണം വളരെ ഗൗരവമുള്ളതായിരുന്നു. ദുഷ്ടദാസനെ, നീ അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാഞ്ഞത് എന്ത്? പലിശയെങ്കിലും കിട്ടുമായിരുന്നില്ലേ എന്ന് പറഞ്ഞ് അവൻ്റെ ദ്രവ്യം എടുത്ത് 10 റാത്തലുള്ളവനെ കൊടുക്കുകയും ചെയ്തു. ഒരു കാര്യസ്ഥനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദിത്വം ഉണ്ട ഒരു ജോലിയാണ് അത്. ഓരോ കാര്യത്തിലും വളരെ ശ്രദ്ധ വേണ്ടതുണ്ട്. ഉത്തരവാദിത്വം എന്നത് ഒരു വലിയ ഘടകമാണ്. യജമാനനെ ഉള്ളതിൻ്റെ എല്ലാം രക്ഷാകർതൃത്വം കാര്യസ്ഥനിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കേണ്ടവർ അവരാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഭവനമാണ് എന്ന് തിരുവെഴുത്ത് പറയുന്നു. യജമാനനാകുന്ന ദൈവം നമ്മെ ഏൽപ്പിച്ച ചുമതലകൾ നിറവേറ്റുന്നതിൽ എത്രമാത്രം വിശ്വസ്തത പുലർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഒരു കുടുംബം എന്ന നിലയിൽ നമുക്ക് പരസ്പരം വിശ്വസ്തയോടെ പെരുമാറുവാൻ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വ്യാപാര രംഗത്ത്, ജോലിയിൽ, സമൂഹത്തിൽ, നമ്മുടെ അയൽക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ, ഇതിലെല്ലാം നമുക്ക് വിശ്വസ്തത പുലർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവം നമ്മെ നല്ല ദാസൻ എന്ന് വിളിക്കുന്ന രീതിയിൽ, അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന രീതിയിൽ നമുക്ക് വിശ്വസ്തയോടെ പെരുമാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. ഇല്ലെങ്കിലോ കുറവുകൾ ദൈവമുമ്പാകെ നമുക്ക് സമ്മതിക്കാം. ഇനിയുള്ള ജീവിതം വിശ്വസ്തയോടെ നല്ല ഗ്രഹവിചാരകന്മാരായി ജീവിക്കുവാൻ തീരുമാനിക്കുക. ഗോഡ് ബ്ലസ് യു. Living as faithful stewards here, with hearts wide open, free from fear. We hold the light on steady ground. In God's grace we are bound.